ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ നല്ല വലിയ ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 എടുക്കാം. കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് മീഡിയം ടൈപ്പ് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ല കനം കുറച്ച് അരിയുക കേട്ടോ, എന്നാൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പൊട്ടറ്റോ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇത്തിരി നേരം ഒരു മിനിറ്റ് മതിയാവും. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 2-3 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ചെറിയ വെളുത്തുള്ളി മതി, ഒരുപാട് വലുത് വേണ്ട. ഒരുപാട് വലുതൊക്കെ ആണെങ്കിൽ ഒരു 2 ചേർത്ത് കൊടുത്താൽ മതി. ചെറുതാണെങ്കിൽ ഒരു 3 4 ഒക്കെ ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവണം, അത്രയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണം. നമുക്ക് ആ എണ്ണയിൽ തന്നെ മതി. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് വെള്ളം പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നിറച്ചിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തു, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം കൂടി ചേർക്കണം. അതിന് മുന്നേ തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി, ഒരുപാടങ്ങ് പുളിയുള്ള തക്കാളി ആവണ്ട, നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി കേട്ടോ, നല്ല പഴുത്ത തക്കാളി ആവണം. ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം. തക്കാളി അങ്ങ് ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കുറച്ചൊന്ന് വാടി തുടങ്ങണം കേട്ടോ. നല്ല പഴുത്ത തക്കാളി ചേർത്താലാണ് നമുക്കിതിൽ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ 1 കപ്പ് ചേർക്കുന്നുണ്ട്, പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഇതൊന്ന് തിളക്കട്ടെ, തിളച്ചതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. തിളച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ പൊട്ടറ്റോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം പുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. ചെറിയ കഷ്ണം മതി, പുളി ഒരുപാട് അങ്ങ് കൂടരുത്. അത് നമുക്ക് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് സ്വല്പം നമ്മുടെ പുളിക്കനുസരിച്ച്, കാരണം ഓരോരുത്തർക്കും പുളി ഡിഫറെൻ്റ് ആണല്ലോ, അപ്പം ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക, ഒരുപാടിട്ട് കുത്തി ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെള്ളം കുറവാണ്, ഒന്ന് തിളക്കട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ആദ്യം തന്നെ ചേർക്കരുത്, ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നന്നായിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ച് അത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തു, അതുകൊണ്ട് തന്നെയാണ് മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂട്ടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അത്യാവശ്യം വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം കേട്ടോ.
അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം ഒരു ഇത്തിരി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പുളി ഒന്ന് ചെക്ക് ചെയ്യുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുളിയുടെ അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് വേറെ പച്ചക്കറികളൊന്നുമില്ല, പെട്ടെന്ന് ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയോ പൂരിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഒരു പ്രത്യേക സ്വാദുള്ളൊരു കറിയാണ്. ആ പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം. ഉരുളക്കിഴങ്ങ് നല്ല പോലെ വേവണം കേട്ടോ. വെന്ത് വരുമ്പോൾ നമ്മളിതിനകത്തേക്ക് ഒരു അരപ്പിടി തേങ്ങ ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്താലും മതി. ഒന്ന് ചതച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അരയരുത്, ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. തേങ്ങയുടെ അളവങ്ങ് ഒരുപാട് കൂടരുത്. ഒരു 3-4 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും കേട്ടോ. അത് ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കുക. ഒരുപാടിട്ട് പിന്നീട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുക. തേങ്ങയുടെ അളവ് കൂടിക്കഴിഞ്ഞാലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില കുറച്ച് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ വരുമ്പോൾ നല്ലൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എപ്പോഴും ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ കുറച്ച് മല്ലിയില ചേർത്താൽ അത് പ്രത്യേക ടേസ്റ്റാണ്. മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ചേർക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇതങ്ങ് ഒരുപാട് തിക്കാക്കി എടുക്കരുത് ഈ ഒരു കറി. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് കേട്ടോ. ഒരു മീഡിയം പരുവം. അത്യാവശ്യം ഗ്രേവി ഉണ്ടാവണം. അപ്പോഴാണ് ഇതിന് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടുക. ചെറുതായിട്ട് ഞാൻ ആ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇട്ടങ്ങ് ഉടച്ച് കളയരുത് കേട്ടോ. ഒരുപാട് കുറുകിപ്പോവും. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടി ഇട്ട് കുത്തി ഉടച്ച് കളയരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഈ ഒരു രീതിയിൽ എടുക്കുമ്പോഴാണ് അതിന് കറക്റ്റായിട്ട് ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് കോരി കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ മതിയാവും. ഒരുപാട് വെള്ളം പോലെ ആയാലും ഒരുപാട് തിക്കായാലും ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരുപാടങ്ങ് തിക്കായി പോവും. ഈ ഒരു പരുവം മതി കേട്ടോ. ഒരുപാടിട്ട് ഉടച്ച് കഴിഞ്ഞാലും അങ്ങ് ഓവർ തിക്കാവും. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിലാദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.